എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. എൻ കരങ്ങൾ തിരുപ്പാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാമേശുവേ, എന്റെ തമ്പുരാനേ, ഉദ്ധാനം ചെയ്തവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ, ഞങ്ങൾ ആരാധിക്കുന്നു. സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 36 മുതലുള്ള തിരുവചനങ്ങൾ. ശിമയോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? യേശു പ്രതിവചിച്ചു, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ നിനക്ക് കഴിയുകയില്ല, എന്നാൽ പിന്നീട് നീ അനുഗമിക്കും. പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കുവാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? നിനക്ക് വേണ്ടി എന്റെ ജീവൻ ഞാൻ ത്യജിക്കും. യേശു പ്രതിവചിച്ചു, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നും സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നതുവരെ കോഴി കൂവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയിൽ സ്നേഹമുള്ളവരെ, യേശു പിതാവിന്റെ അരികിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വിവരം ശിഷ്യന്മാരെ അറിയിച്ചപ്പോൾ യേശുവിന്റെ കൂടെ പിതാവിന്റെ അരികിലേക്ക് പോകുവാനുള്ള ആഗ്രഹം പത്രോസ് പ്രകടിപ്പിക്കുകയാണ്. പത്രോസ് ഈ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഈശോ പറഞ്ഞു, നിനക്ക് ഇപ്പോൾ അത് സാധിക്കുകയില്ല, എന്നാൽ പിന്നീട് നീ എന്നെ അനുഗമിക്കും. പത്രോസിന് യേശു പറഞ്ഞ ആ വചനത്തിന്റെ അർത്ഥം മനസ്സിലായില്ല. പത്രോസ് ഇങ്ങനെ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇപ്പോൾ തന്നെ നിന്നെ അനുഗമിക്കുവാൻ എനിക്ക് സാധിക്കാത്തത്? എന്നിട്ട് പത്രോസ് ഈശോയോട് എങ്ങനെ പറഞ്ഞു, ഞാൻ നിനക്കു വേണ്ടി എന്റെ ജീവൻ കളയാൻ തയ്യാറാണ്. അപ്പോൾ യേശു ചോദിച്ചു, നീ എനിക്ക് വേണ്ടി നിന്റെ ജീവൻ കളയുമെന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമ്മളെ അലട്ടുന്ന ഒരു പ്രശ്നം നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ടാണ് എന്റെ ആഗ്രഹം എനിക്കിപ്പോൾ തന്നെ സാധിച്ചു കിട്ടാത്തത്? എന്തുകൊണ്ടാണ് എന്റെ ഈ ആഗ്രഹം എനിക്കിപ്പോൾ തന്നെ സാധിച്ചു കിട്ടാത്തത്? പലപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് എന്റെ ഈ ആഗ്രഹം ഇപ്പോൾ എനിക്ക് സാധിച്ചു കിട്ടാത്തത്? പത്രോസ് വാസ്തവത്തിൽ ഈ സംശയമാണ് ഈശോയോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് നിന്റെ കൂടെ പിതാവിന്റെ അരികിലേക്ക് നീ പോകുന്നിടത്തേക്ക് എനിക്ക് വരാൻ സാധിക്കാത്തത്? അപ്പോൾ യേശു പറഞ്ഞു, നിനക്കിപ്പോൾ സാധിക്കുകയില്ല, എന്നാൽ പിന്നീട് നിനക്കത് സാധിക്കും. സ്നേഹമുള്ളവരെ, യേശു പറഞ്ഞതിന്റെ അർത്ഥമൊന്നും പത്രോസിന് മനസ്സിലായില്ല. പത്രോസ് ഏറെ പരിഭവങ്ങളോടുകൂടെ തന്നെയാണ് യേശുവിന്റെ അരികിൽ നിന്നത്.
എന്നാൽ പത്രോസിന് യേശു പറഞ്ഞ ഈ വചനത്തിന്റെ അർത്ഥം പിടികിട്ടുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോഴാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് പോയി 13-ാം അധ്യായത്തിൽ നിന്ന് 18-ാം അധ്യായത്തിലെത്തുക. അവിടെ എത്തുമ്പോൾ നമുക്ക് ഈ വചനങ്ങൾക്ക് കൂടുതൽ അർത്ഥം പിടികിട്ടും. അവിടെ 18-ാം അധ്യായത്തിൽ അവിടെ 15 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ചാൽ യേശുവിനെ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറയുന്നതാണ് നമ്മൾ അവിടെ വായിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ യേശുവിനെ പത്രോസ് 3 പ്രാവശ്യം തള്ളി പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? സ്വയം രക്ഷയ്ക്ക്, ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. പക്ഷെ അന്ന് പത്രോസ് യേശുവിന് കൊടുത്ത വാഗ്ദാനം എന്തായിരുന്നു? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അന്ന് പത്രോസ് ആ വാഗ്ദാനം കൊടുത്തെങ്കിലും അതുപോലെ പ്രവർത്തിക്കാൻ പത്രോസ് വളർന്നിട്ടില്ല എന്ന് യേശുവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് യേശു അന്ന് പത്രോസിനോട് പറഞ്ഞത്, നീ പറയുന്നത് പോലെ ചെയ്യാൻ നീ വളർന്നിട്ടില്ല ഇതുവരെ. നിനക്ക് ആഗ്രഹിക്കാൻ സാധിക്കും, പറയാനും സാധിക്കും, പക്ഷെ അതുപോലെ പ്രവർത്തിക്കാൻ നീ ആയിട്ടില്ല. നീ കുറച്ചു കഴിഞ്ഞേ ആവൂ, അപ്പോൾ നിനക്ക് ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അന്ന് യേശു പറഞ്ഞ വചനത്തിന്റെ ആഴം പത്രോസിന് പിടികിട്ടിയത് പത്രോസിന്റെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ വീഴ്ചയിലാണ്. അതുവരെ പത്രോസ് ചിന്തിച്ചത് മുഴുവനും യേശു കടൽ തീരത്തു നിന്ന് തന്നെ തെരഞ്ഞെടുത്ത് യേശുവിന്റെ കൂടെ കൊണ്ടു നടന്നപ്പോൾ ഈ പറയുന്ന യോഗ്യതകളൊന്നും പത്രോസിനില്ലായിരുന്നു. എന്നാൽ 3 വർഷം യേശുവിന്റെ കൂടെ നടന്ന് പത്രോസ് കുറെ ആത്മീയമായിട്ട് വളർന്നു, ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി. അപ്പോൾ പത്രോസ് ചിന്തിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ കുറെ വളർന്നു, എനിക്കിപ്പോൾ അത്യാവശ്യം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയും, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയും, പിന്നെ എന്റെ ഈ ആഗ്രഹം ഈശോയ്ക്ക് ഇപ്പോൾ തന്നെ സാധിച്ചു തന്നാൽ എന്താ കുഴപ്പം? അതാണ് പത്രോസ് ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എന്നാൽ പത്രോസ് വീണപ്പോൾ പത്രോസിന് മനസ്സിലായി യേശു പറഞ്ഞ വചനങ്ങൾ എത്രയോ സത്യമാണ്. താൻ ഇനിയും ഏറെ വളരാനുണ്ട്. താൻ ഇത്രയും നാളും തനിക്ക് എന്തുമാത്രം വളർച്ചയുണ്ടായി എന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. തനിക്ക് എന്തൊക്കെ സാധിക്കയില്ല എന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷെ വീണപ്പോഴാണ് പത്രോസിന് മനസ്സിലായത് അത് യേശുവിനെ നേരത്തെ അറിയാമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഇതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഓരോ അപ്രതീക്ഷിതമായ നമ്മുടെ വീഴ്ചയും, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിലുള്ള നമ്മുടെ ഓരോ വീഴ്ചയും നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു സത്യമുണ്ട്. നീ ഇനിയും നിന്നെ തന്നെ മനസ്സിലാക്കാനും ഏറെ വളരാനുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു 3 ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, പത്രോസിന്റെ ജീവിതത്തിലെ കുറവ് എന്താണെന്ന് മനസ്സിലായത് പത്രോസ് അപ്രതീക്ഷിതമായിട്ട് വീണപ്പോഴാണ്. പത്രോസ് വീണപ്പോൾ പത്രോസിന് മനസ്സിലായി യേശു പറഞ്ഞ വാക്കുകളുടെ അർത്ഥമെന്താണ്, ആഴമെന്താണ്. സ്നേഹമുള്ളവരെ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യേശുവിൽ വളരുമ്പോൾ ശിഷ്യത്വത്തിൽ പ്രധാനമായിട്ടും 2 പടികളുണ്ട്. അതിൽ ആദ്യത്തെ പടിയിൽ യേശു നമ്മളെല്ലാവരെയും ആകർഷിക്കും. ഒരു രോഗശാന്തി വഴിയോ, ഒരു അനുഗ്രഹം വഴിയോ, ഒരു കൃപ വഴിയോ നമുക്കെല്ലാവരെയും ഈശോ തന്നിലേക്ക് ആകർഷിക്കും. എന്നാൽ ആത്മീയ ജീവിതത്തിൽ ഒരു 2ാമത്തെ പടി ഉയർച്ചയുണ്ട്. ആ 2ാമത്തെ പടി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെ തന്നെ മനസ്സിലാക്കി, നമ്മുടെ കുറവുകൾ നമ്മളെ കൊണ്ട് മനസ്സിലാക്കിപ്പിച്ച്
ഈശോ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമ്മളെ ഞാൻ ആരാണെന്ന് ബോധ്യപ്പെടുത്തി, എന്റെ കുറവുകൾ ബോധ്യപ്പെടുത്തി, ഒരു വിശുദ്ധീകരണത്തിന് ശേഷം മാത്രമേ രണ്ടാമത്തെ മേഖലയിലേക്ക് നമുക്ക് വളരാൻ സാധിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളിൽ കൂടുതൽ പേരും ആദ്യത്തെ പടിയിലാണ് നിൽക്കുക. ഒരു അത്ഭുതം കാണുമ്പോൾ, ഒരടയാളം കാണുമ്പോൾ, ഒരു സൗഖ്യം, അത് ഈശോയുടെ ആദ്യത്തെ ആകർഷണമാണ്. പത്രോസിനെ ഈശോ കടൽ തീരത്ത് നിന്ന് തെരഞ്ഞെടുത്തപ്പോൾ പത്രോസിന് ഒരു യോഗ്യതയുമില്ലായിരുന്നു. വെറുതെ നടന്നിരുന്ന പത്രോസിനെയാണ് യേശു തെരഞ്ഞെടുത്തത്. എന്നാൽ രണ്ടാമത്തെ പടിയിലേക്ക് പത്രോസിനെ അങ്ങനെ യേശു കൊണ്ടുപോകുന്നില്ല. പത്രോസിനോട് യേശു പറഞ്ഞു, ഇവിടേക്ക് നീ വരണമെങ്കിൽ നീ നിന്നെ തന്നെ മനസ്സിലാക്കുകയും നിന്റെ കുറവുകൾ തിരിച്ചറിയുകയും നിന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും ചെയ്തല്ലാതെ നിനക്ക് ഇവിടേക്ക് വരാൻ സാധിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ടാണ് എന്റെ ആഗ്രഹം എനിക്കിപ്പോൾ തന്നെ സാധിച്ചു കിട്ടാത്തതെന്നൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുമ്പോൾ, ദൈവം പത്രോസിന്റെ ജീവിതത്തിൽ അനുവദിച്ചതുപോലെ ഒരു ശൂന്യസ്ഥലം, നമുക്ക് അർത്ഥം പിടികിട്ടാത്ത അനുഭവങ്ങളുടെ ഒരു ശൂന്യസ്ഥലം എന്ന് ആത്മീയ പിതാക്കന്മാർ പറയും. ഒരു ശൂന്യസ്ഥലം നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചാൽ ആ സമയം നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ദൈവത്തിന് മുമ്പേ നമ്മൾ ഓടരുത്. ദൈവത്തിന് മുമ്പേ നമ്മൾ ഓടിയാൽ നമ്മുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതോടൊപ്പം നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. ഓരോ അപ്രതീക്ഷിതമായ എന്റെ വീഴ്ചയും, ഓരോ അപ്രതീക്ഷിതമായ എന്റെ വീഴ്ചയും എനിക്ക് പറഞ്ഞു തരുന്നൊരു വലിയ സത്യം, മോനെ, മോളെ, നീ ഇനിയും ഏറെ വളരാനുണ്ട്. നീ പുറമേ കാണിച്ച് ജീവിക്കുന്ന പോലെ ഒന്നുമല്ല. നീ ഇനിയും ഏറെ ജീവിക്കാനുണ്ട്. ഇനിയും നേരെ നീ നിന്നെ തന്നെ മനസ്സിലാക്കാനുണ്ട്. ഇനിയും നീ നിന്റെ കുറവുകൾ തിരിച്ചറിയാനുണ്ട്. അങ്ങനെയാണ് ആത്മീയജീവിതത്തിൽ രണ്ടാമത്തെ പടിയിലേക്ക് വരാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മൾ ദൈവം തന്നിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥനയിലൂടെ, വിശുദ്ധമായ ജീവിതത്തിലൂടെ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ആത്മീയ പിതാക്കന്മാർ ഈ ആത്മീയ ജീവിതത്തിലെ വളർച്ചയെ ഒരു മഞ്ഞുമല കയറ്റത്തോട് ഉപമിക്കും. ആത്മീയ ജീവിതത്തിലേത് ഒരു മഞ്ഞുമല കയറ്റം എന്ന് ആത്മീയ പിതാക്കന്മാർ പറയും. ആ മഞ്ഞുമല കയറ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ? ഈ മഞ്ഞുമല കയറ്റത്തിൽ നമ്മൾ നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് മുകളിലേക്ക് നമുക്ക് കയറാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അടുത്ത സ്റ്റെപ്പ് വെട്ടിയുണ്ടാക്കണം. എന്നിട്ട് അവിടെ കയറി നിന്ന് മുകളിലേക്ക് കയറണമെങ്കിൽ കയ്യിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് അടുത്ത സ്റ്റെപ്പ് വെട്ടിയുണ്ടാക്കണം. ഈ മഞ്ഞുമല കയറ്റത്തിന്റെ പ്രത്യേകത ഇതാണ്. ഈ മഞ്ഞുമല കയറ്റത്തിൽ ആർക്കും മുകളിലേക്ക് തെന്നി വീഴാൻ സാധിക്കുകയില്ല. താഴേക്ക് മാത്രമേ തെന്നി വീഴാൻ സാധിക്കുകയുള്ളൂ. ഇനി തെന്നി വീഴണമെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്നില്ല. വെറുതെ നിന്നാൽ മതി, തന്നെ താഴെ എത്തിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? നിൽക്കുന്ന സ്ഥലത്തെ മഞ്ഞുരുകി പോകും. നമ്മൾ ഒന്നും ചെയ്യാതെ നിൽക്കുന്നിടത്ത് നിന്നാൽ നമ്മൾ താഴെ എത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോയെ അറിഞ്ഞതിന് ശേഷം, വചനമനുസരിച്ചുള്ളൊരു ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം പലരും താഴെ വീണു പോകാൻ കാരണം പ്രത്യേകിച്ചൊന്നും ചെയ്തതുകൊണ്ടല്ല, ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവർ, ഈ മഞ്ഞുമല കയറ്റം പോലെയാണ് നമ്മുടെ ആത്മീയജീവിതത്തിലെ വളർച്ച. ഞാൻ നിൽക്കുന്ന സ്റ്റെപ്പിൽ നിന്ന് മുകളിലേക്ക് കയറാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ അടുത്ത സ്റ്റെപ്പ് വെട്ടിയുണ്ടാക്കണം, അവിടെ കയറി നിൽക്കണം, അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് വെട്ടിയുണ്ടാക്കണം, അങ്ങനെ കയറി പോകണം. പക്ഷേ നിർഭാഗ്യവശാൽ പലരും ദൈവം തന്ന ആയുധങ്ങൾ ഉപയോഗിക്കുന്നില്ല. ദൈവത്തിന്റെ വചനമെന്ന ആയുധം, പരിശുദ്ധാത്മാവെന്ന ആയുധം, കൂദാശകൾ എന്ന ആയുധം, ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാതെ വരുമ്പോൾ നിൽക്കുന്ന സ്ഥലത്തെ മഞ്ഞുരുകിപ്പോയി നമ്മൾ താഴേക്ക് വീണുപോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരിക്കലൊരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു, അച്ഛനറിയാവോ, എന്റെ ജീവിതം ഈ പാമ്പും കോണി കളി പോലെയാ. അച്ഛൻ പാമ്പും കോണി കണ്ടിട്ടുണ്ട്? അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടിക്കാലത്ത് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? അതായത് നമ്മളിങ്ങനെ പാമ്പും കോണി കളിക്കുമ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ മാർക്ക് കിട്ടി ഒരു 90 വരെയൊക്കെ എത്തുമ്പോഴാണ് ഒരു പാമ്പിന്റെ വായിൽ ചെന്ന് ചാടുക, നേരെ താഴേക്ക് പോരും. പ്രൈസ് ദി ലോർഡ്.
ഇതുപോലെ എന്റെ ജീവിതം. ഒരു കൺവെൻഷൻ ധ്യാനം കഴിയുമ്പോൾ ഞാൻ വളർന്ന് 75-80 വരെ നിൽക്കും. ഒരു പാമ്പ് ഒരച്ച അതെന്നെ വിഴുകും, ഞാൻ നേരെ താഴെ എത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ആ ചെറുപ്പക്കാരൻ, ഒരു ബിടെക് കഴിഞ്ഞ ചെറുപ്പക്കാരൻ, അവനോട് പറയായിരുന്നു, അച്ഛാ എല്ലാ കൺവെൻഷന് പോയാലും കുറച്ച് നാളിങ്ങനെ തന്നെ ഞാൻ നിൽക്കും, അത് കഴിയുമ്പോൾ എവിടെന്നെങ്കിലും ഒരു പാമ്പ് വരും, ഞാൻ നേരെ താഴെ എത്തും. ഞാൻ പാമ്പും കോണി കളിച്ച് മടുത്തു വച്ച. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഈ പാമ്പും കോണി കളി പോലെയാകരുത്. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് അതിനൊരു സ്റ്റഡിയായ ഒരു വളർച്ചയുണ്ടാകണം, ഉയർച്ചയുണ്ടാകണം. നമ്മൾ ഒത്തിരി അധികം വളർന്നില്ലെങ്കിലും ഞാൻ മുമ്പത്തേതിനേക്കാൾ 1-2 സ്റ്റെപ്പെങ്കിലും കയറാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ മുമ്പിൽ വലിയ കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നുറക്കെ പറയാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്നേഹമുള്ളവരെ, ഈ മഞ്ഞുമല കയറ്റത്തിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തണം. ഞാൻ മഞ്ഞുമല കയറ്റത്തിൽ എവിടെയെങ്കിലും താഴെ ഉരുണ്ടു വീണ് കിടക്കുകയാണോ, അതോ എനിക്ക് എത്ര സ്റ്റെപ്പ് മുകളിലേക്ക് കയറാൻ സാധിച്ചിട്ടുണ്ട്, അതോ ഞാൻ ഒന്നും ചെയ്യാതെ നിന്ന് താഴെ വീണ് കിടക്കുക? ഇതിൽ ശ്രദ്ധിക്കേണ്ട വലിയൊരു സത്യം ഇതാണ്, മുകളിലേക്ക് ആർക്കും തെന്നി വീഴാൻ സാധിക്കുകയില്ല, താഴേക്ക് മാത്രമേ തെന്നി വീഴാൻ സാധിക്കുകയുള്ളൂ. താഴേക്ക് തെന്നി വീഴാൻ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട, ഒന്നും ചെയ്യാതെ നിന്നാൽ മതി, താഴെ എത്തിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്നേഹമുള്ളവരെ, ഇവിടെ പത്രോസിന്റെ ജീവിതത്തിൽ പത്രോസിന് അറിയാൻ പാടില്ലാതിരുന്ന കുറവുകൾ ഈശോയ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈശോ പത്രോസിനോട് പറഞ്ഞത്, ഞാൻ ഇപ്പോൾ പോകുന്നിടത്തേക്ക് വരാൻ നീ വളർന്നിട്ടില്ല, എന്നാൽ പിന്നീട് നിനക്കത് സാധിക്കുമെന്ന്. ഈശോ പറഞ്ഞതുപോലെ അത് സംഭവിച്ചു. പത്രോസ് ജീവന് വേണ്ടി യേശുവിനെ തള്ളിപ്പറഞ്ഞു. എന്നാൽ യേശു പറഞ്ഞതുപോലെ പിന്നീട് യേശുവിന്റെ മരണത്തിനൊക്കെ ശേഷം പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് തന്നെ മനസ്സിലാക്കി, തന്റെ കുറവുകൾ തിരിച്ചറിഞ്ഞ് ഈ പത്രോസ് ധൈര്യമുള്ളവനായി. യേശു അന്ന് പറഞ്ഞതുപോലെ പത്രോസിന്റെ മരണസമയത്ത് പത്രോസ് തന്നെ വധിക്കാൻ നിന്നവരോട് പറഞ്ഞു, എന്റെ ഗുരുനാഥൻ ഇങ്ങനെയാണ് മരിച്ചതെങ്കിൽ എനിക്ക് അങ്ങനെ മരിക്കാൻ ധൈര്യമില്ല, എന്നെ തലകീഴായിട്ട് നിങ്ങൾ കൊല്ലുക എന്ന് പറഞ്ഞ് അങ്ങനെ പത്രോസിനെ കുരിശിൽ തലകീഴായിട്ട് കുരിശിൽ തുറച്ചത്. അപ്പോഴേക്കും യേശുവിന്റെ ഈ ശിഷ്യൻ യേശു ആഗ്രഹിച്ചതുപോലെ വളർന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. ജീവൻ നൽകിയും യേശുവിനെ സ്നേഹിക്കാൻ പത്രോസ് അപ്പോഴേക്കും വളർന്നിരുന്നു. അതാണ് യേശു അന്ന് പറഞ്ഞ വചനത്തിന്റെ ആഴം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മളെ തന്നെ മനസ്സിലാക്കുന്നത് അപ്രതീക്ഷിതമായ വീഴ്ചകളിലാണ്. അപ്പോൾ കർത്താവ് എപ്പോഴെങ്കിലും നമ്മൾ ആഗ്രഹിച്ച വിധത്തിലുള്ളൊരു വളർച്ചയോ ഉയർച്ചയോ നമുക്ക് തരുന്നില്ലെങ്കിൽ, ഒരു ശൂന്യസ്ഥലം എന്റെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ഇനിയും പലതും മനസ്സിലാക്കാനും വളരാനുമുണ്ട് എന്നാണ്. ആ ശൂന്യസ്ഥലം കർത്താവ് അനുവദിക്കുമ്പോൾ കർത്താവിന് മുമ്പേ നമ്മൾ ഓടരുത്. ഓടിയാൽ വലിയ അപകടങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചാൽ അവിടെ അബ്രഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു അബദ്ധം നമ്മൾ വായിക്കും. അബ്രഹാം വിശ്വാസികളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നു, വിശ്വാസികളുടെ പിതാവാണ്. എങ്കിലും അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു അബദ്ധം അവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ വായിക്കും. അവിടെ ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. അബ്രാമിന് സാറായിൽ കുട്ടികൾ ഉണ്ടായില്ല. അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രാമിനോട് പറഞ്ഞു, മക്കളുണ്ടാകാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല, നിങ്ങൾ എന്റെ ദാസിയെ പ്രാപിക്കുക, ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം. അബ്രാം സാറായുടെ വാക്കനുസരിച്ചു. കാനാൻ ദേശത്ത് 10 വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ സാറായി ദാസിയായ ഈജിപ്തുകാരി ഹാഗാറിനെ തന്റെ ഭർത്താവിന് ഭാര്യയായി നൽകി. അബ്രാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യജമാനത്തിയെ അവൾ നിന്ദയോടെ വീക്ഷിച്ചു. സാറായി അബ്രാമിനോട് പറഞ്ഞു, എന്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ. ഞാൻ എന്റെ ദാസിയെ നിങ്ങൾ ആശ്ലേഷത്തിന് വിട്ടുതന്നത്. പക്ഷെ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഞാൻ നിന്ദിയായി. എനിക്കും നിങ്ങൾക്കും മധ്യേ കർത്താവ് തന്നെ വിധിയാളനാകട്ടെ.
അബ്രാം പറഞ്ഞു, നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ്, നിന്റെ ഇഷ്ടം പോലെ അവളോട് പെരുമാറിക്കൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറായി വിട്ട് ഓടിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനഭാഗം വായിക്കുമ്പോൾ ഇതിന് തൊട്ടു മുമ്പുള്ള അധ്യായത്തിൽ ദൈവം അബ്രാമിനെ പ്രത്യക്ഷപ്പെട്ട് അബ്രാമിനോട് പറയുന്നുണ്ട്, ഞാൻ നിന്റെ പരിചയമായിരിക്കും, ഞാൻ നിന്നെ കുറെ അനുഗ്രഹിക്കും, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അബ്രാം ദൈവത്തോട് തിരിച്ചു ചോദിച്ചു, നീ എനിക്ക് എന്ത് പരിചയമാകാൻ പോണേ? എനിക്ക് ഇതുവരെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല. എന്റെ ഒരു അടിമയായിരിക്കും എന്റെ വസ്തുക്കളുടെയൊക്കെ അവകാശി. അപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ അടിമയായിരിക്കില്ല, സാറായിൽ നിന്ന് തന്നെയുള്ള കുട്ടിയായിരിക്കും നിന്റെ പിൻഗാമിയായിട്ടുണ്ടാവുക. സാറായിൽ തന്നെ നിനക്ക് കുഞ്ഞിനെ ജനിക്കും, ഞാൻ നൽകും. കടൽ തീരത്തെ മണൽത്തരികൾ പോലെ നിനക്ക് സാറായിൽ തന്നെ കുഞ്ഞുങ്ങളുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഇവർ കാനാൻ ദേശത്ത് വന്നു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ വാഗ്ദാനവും കാര്യങ്ങളൊക്കെ ഇവർ വിട്ടു. ഇവർക്ക് ദൈവം അനുവദിച്ച ശൂന്യസ്ഥലം അവർ കാത്തിരിക്കാൻ തയ്യാറായില്ല. അബ്രാം ദൈവത്തിന് മുമ്പ് ഇവരോടി. എന്തായിരുന്നു ഫലം? സാറ പറഞ്ഞു ഹാഗാറിനെ പ്രാപിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാപിച്ചു. ദൈവത്തിന്റെ പദ്ധതിയായിരുന്നില്ല അത്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് സ്നേഹമുള്ളവരെ? അതിനുശേഷം ഹാഗാർ ഗർഭം ധരിച്ചു കഴിഞ്ഞപ്പോൾ സാറായിയുടെ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? സാറായി ഇങ്ങനെയാണ് പറയുന്നത്. സാറായി അബ്രാമിനോട് പറഞ്ഞു, 5-ാമത്തെ, എന്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വാസ്തവത്തിൽ ഈ ഐഡിയയും എല്ലാ പദ്ധതി ആസൂത്രണം ചെയ്ത ആരാ? ഈ ഭാര്യയാണ്, ഈ സാറായിയാണ് എല്ലാം ആസൂത്രണം ചെയ്തത്. കാര്യം കൈവിട്ടു പോയപ്പോൾ സാറായി വാക്കുമാറി. എല്ലാ കുറ്റവും ഭർത്താവിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ കാരണമാണ് എനിക്ക് ദുരിതം മുഴുവനും വന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ഭാര്യ ഭർത്താക്കന്മാർ എതിരായി. അവിടെ കലഹമുണ്ടായി. എന്തുകൊണ്ട് അവിടെ കലഹമുണ്ടായത്? അവർ ദൈവത്തിന്റെ പദ്ധതിയെ മാനിച്ചില്ല. അവർ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറി സഞ്ചരിച്ചു. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും എതിരായി. അവിടെ കലഹമുണ്ടായി. വാസ്തവത്തിൽ ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ ഈ പദ്ധതി മുഴുവനും ആസൂത്രണം ചെയ്യുന്നതും ഈ അബ്രാമിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതും സാറായിയാണ്. പക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോയപ്പോൾ സാറായിയുടെ നിറം മാറി. സാറായി പറഞ്ഞു, എന്റെ എല്ലാ ദുരിതത്തിനും നിങ്ങളാണ് കാരണക്കാരൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അബ്രാമിന് ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഭാര്യയുടെ വാക്ക് കേട്ട് വ്യതിചലിച്ചു പോയതിന് അബ്രാമിന് സ്വന്തം ജീവിതത്തിൽ തന്നെ അടികിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇത് നമ്മൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് വിശ്വാസികളുടെ പിതാവായ അബ്രാമിന് പോലും ഈ അപകടം സംഭവിച്ചത്? അതിന് കാരണം ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി കാത്തിരിക്കാൻ ഒന്നും സാധിച്ചില്ല എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഹാഗാറ് പറഞ്ഞ വഴി ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട കാര്യം അബ്രാമിനില്ല. അബ്രാം ഇത്രയും പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്യേണ്ട കാര്യമാണ്. വചനം വായിക്കുമ്പോൾ ഏതാണ്ട് പറഞ്ഞപ്പോൾ തന്നെ ഉടനെ തന്നെ കാര്യങ്ങളൊക്കെ സംഭവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെ കുറവ്, വേണ്ടതുപോലെ ദൈവത്തോട് ആലോചന ചോദിച്ചില്ല. അവർ ദൈവത്തിന് മുമ്പേ ഓടി തങ്ങളുടെ പ്രശ്നത്തിന് അവരുടെ ബുദ്ധിയിൽ വന്ന പരിഹാരം അവർ കണ്ടെത്താൻ നോക്കി. അതിന്റെ ഫലം എന്തായിരുന്നു? കുടുംബത്തിൽ കലഹം, സമാധാനമില്ലാത്ത അവസ്ഥ. അവസാനം എന്താണ് സാറായിയോട് അബ്രാം പറയുന്നത്? നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. ഹാഗാറിനെ പുറത്താക്കി. അപ്പോഴും ന്യായത്തോടെ പ്രവർത്തിക്കാൻ അബ്രാമിന് സാധിച്ചില്ല. തന്റെ ഒരു കുഞ്ഞ് അവളിൽ വളരുന്നുണ്ട്, അവളോട് കരുണ കാണിക്കാൻ അബ്രാമിന് തോന്നിയില്ല. അവസാനം കരഞ്ഞപേക്ഷിച്ചപ്പോൾ ദൈവം ഹാഗാറിനോട് കരുണ കാണിക്കുകയാണ്. ദൈവം ഹാഗാറിനോട് കരുണ കാണിച്ച് പറഞ്ഞു, നീയും നിന്നിൽ നിന്നും സന്തതികൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, ഈ വചനത്തിന്റെ ആഴങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു സത്യം, അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നില്ല. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക.